കരമന അഖിൽ കൊലക്കേസിലെ മുഖ്യപ്രതികളിൽ ഒരാൾ കൂടി പിടിയിൽ. തിരുവനന്തപുരത്ത് നിന്നും സുമേഷാണ് പിടിയിലായത്. ഇതോടെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരും പിടിയിലായി. കേസിൽ ഇതുവരെ പിടിയിലായത് 7 പേരാണ്. മാനസയുണ്ട് വിശദാംശങ്ങളുമായി. മാനസ, ഇതുവരെ ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാൾ കൂടി പിടിയിലാകുന്നതോടുകൂടി കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരും പിടിയിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ടോട്ടൽ 7 പേർ പിടിയിലായിട്ടുണ്ട്. വിശദാംശങ്ങൾ. തീർച്ചയായും ബിനു സൂചിപ്പിച്ചതുപോലെ തന്നെ മുഴുവൻ പ്രതികളെയും ഇപ്പോൾ പോലീസ് പിടികൂടി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. പെട്ടെന്ന് തന്നെ പോലീസിന് പ്രതികളിലേക്ക് എത്തപ്പെടാൻ സാധിക്കുന്ന വിധത്തിലുള്ള നിർണായക തെളിവുകളൊക്കെ ലഭിച്ചു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ ഉടൻ തന്നെ പിടികൂടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. അല്പസമയം മുൻപാണ് ഒരാൾ കൂടി പിടിയിലായത്. ബാക്കി 3 പേരെയും പിടികൂടിയിരുന്നു. ശേഷം ഈ മുഖ്യ പ്രതികളിൽ ഒരാൾ കൂടി പിടികൂടാനുള്ള ഊർജ്ജശ്രമത്തിലായിരുന്നു പോലീസ്. പിടിയിലാകാനുള്ള സുമേഷാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത്. തിരുവനന്തപുരത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. തിരുവനന്തപുരം കരിക്കകത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതോടുകൂടി കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരും അതോടൊപ്പം തന്നെ അവരെ സഹായിച്ചവരും ഉൾപ്പെടെ ഇതുവരെ 7 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ വാഹനം ഓടിച്ച അനീഷ് എന്ന ഒരാളെ പോലീസിന് പിടികൂടാൻ സാധിച്ചു. തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടി മറ്റു പ്രതികളിലേക്കും എത്തപ്പെട്ടു. അതിനെ തുടർന്ന് ഉച്ചയോടുകൂടി 3ാമതൊരാളെയും പിടിക്കുന്നു. ഇപ്പോൾ ഇതാ വൈകുന്നേരത്തോടുകൂടി 4ാമത്തെ പ്രതിയെയും കൂടി പോലീസ് കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഇതോടെ കേസിൽ പ്രധാനമായും പങ്കെടുത്ത അല്ലെങ്കിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരും അറസ്റ്റിലായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഉച്ചക്കാണ് ചെങ്കൽച്ചൂളയിൽ നിന്ന് വിനീത് രാജ് എന്ന പ്രതിയെ പിടികൂടിയത്. വിനീത് രാജ് അഖിലിന്റെ ദേഹത്ത് പാറക്കല്ലിട്ട ദൃശ്യങ്ങൾ CCTV-യിലൂടെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇന്നോവ കാർ ഓടിച്ച ഡ്രൈവറെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇയാളുടെ ചോദ്യം ചെയ്യലിലാണ് മറ്റ് പ്രതികളിലേക്ക് വേഗത്തിൽ തന്നെ എത്തപ്പെടാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ഈ ഗൂഢാലോചന കൃത്യത്തിൽ നടന്നു. കരമന അഖിൽ കൊലപാതകത്തിൽ ഒരു പ്രതി കൂടി ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഇതോടെ ഇതുവരെ പിടിയിലായത് 7 പേരാണ്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരും പിടിയിലായിട്ടുണ്ട്. വിശദാംശങ്ങളാണ് മാനസ നൽകിയത്.